എടാ പാവടാ മൈക്കിള്. തൂക്കി തൂക്കി തൂക്കി. പാവണ്ട മാനസികാവസ്ഥ. ഒന്നിനുണ്ടതല്ല 4 പോലീസുകാർ കൊണ്ട് എന്റെ പൊന്നെ വിട്ടോ വിട്ടോ വിട്ടോ. പോട്ടെ പോട്ടെ ഇൻഫർണസാ ഉമ്മാരാ. കുറെ നേരമായി ഇവരിട്ട് കൊല്ലുന്നതായിരിക്കും നല്ലതെന്ന് തോന്നുന്നുണ്ട്. നോക്കി അവിടെ ആകെ പിസ്റ്റൽ മാത്രമേ ഉള്ളു കയ്യില്. ഒരെണ്ണത്തിനെടുത്ത്. സോ ഗൈസ് വെൽക്കം ബാക്ക് ടു GTA 5 പാർട്ട് 6. ഇന്ന് നമ്മൾ ആവശ്യമില്ലാത്ത 2-3 മിഷനൊക്കെ ഞാൻ കളിച്ചത്. അതൊക്കെ കുഞ്ഞു കുഞ്ഞു മിഷൻ. അതൊക്കെ മാറ്റിയിട്ട് നല്ല മിഷൻസ് മാത്രമേ നമ്മൾ കളിക്കുന്ന അപ്ലോഡ് ചെയ്യുള്ളൂ. ഇന്ന് നമ്മൾ മൈക്കിളിൻ്റെ മിഷനാണ് കളിക്കാൻ പോകുന്നത്. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ലെറ്റ്സ് ഗോ. അതൊക്കെ ഇവിടുന്ന് വീടിനകത്തോട്ട് കയറണം. കമാണ് ഇതായിരുന്ന വണ്ടി അറിയില്ല. അകത്ത് പാർക്ക് ചെയ്യാം. അകത്ത് നമ്മൾ കഴിഞ്ഞ തവണ കൊണ്ടിട്ട് റോൾസ് റോയ്സ് കിടപ്പുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ റോൾസ് റോയ്സ് മതി. ഓടിയൊക്കെ പുറത്തെടുത്തിട്ട് ഏതല്ലേ വീട്? വീട്ടിലകത്ത് ആരുമില്ല. മൈക്കിൾ മാത്രം ഒറ്റയ്ക്ക് വീട്ടിൽ കയറി നടന്ന് വന്നിരിക്കുക കേട്ടോ. നൈസ്. ഈ സ്റ്റോറി കണ്ടാലേ ഈ മിഷൻ മനസ്സിലാവുള്ളൂ. എല്ലാം കൊച്ചു കൊച്ചു മിഷൻസ് ആണ്. അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമില്ല. 2 ടെന്നീസ് ബാറ്റ് കിടപ്പുണ്ട്. എന്താ സംഭവം? എടാ ഇതെന്താ സംഭവം? എടോ ഇതിലത് മറ്റേത് എന്റെ പൊന്നെ. തൂക്കി പാവടാ. മൈക്കിളുടെ വൈഫിനുണ്ടായിരുന്ന ഒരു അവിഹിതം തൂക്കി. എന്റെ പൊന്നോ ക്ഷമ സമ്മതിക്കണം. ചെറുക്കൻ ചാടിപ്പോയി. പാവണ്ടാവടാ മൈക്കിള്. അപ്പൊ സംഭവം മനസ്സിലായില്ലേ? മൈക്കിളിന്റെ ഭാര്യ അമ്മേണ്ടേക്ക് ചെറിയൊരു സെറ്റപ്പ് പരിപാടി ഉണ്ടായിരുന്നു. അത് മൈക്കിള് കൈയോടെ തൂക്കി. ടാങ്കിളിൽ വന്നിട്ടുണ്ട് അതിനകത്ത്. ഓ മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ആന്ന് പറയാം. മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഇപ്പൊ ശരിയാക്കി തരടാ. ഓക്കെ നമ്മൾ അവനെ അപ്പൊ ചേസ് ചെയ്യാൻ പോവാട്ടാ. ഈ പെണ്ണുങ്ങൾക്ക് നാണമില്ല ഇതെല്ലാം കൂടെ കാണിച്ചിട്ട് പിന്നെ അവിടെ പോയി അവന് വേണ്ടി വക്കാലത്ത് പറയാനായിട്ട്. കയറി പൊക്കകത്ത്. നിനക്കുള്ള തിരിച്ച് വന്നിട്ടേ ആദ്യം ഞങ്ങൾ അവനെ പിടിക്കട്ടെ. നമ്മളിപ്പോ അവനെ പിടിക്കണമെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ആ 1 കിലോ റോൾസ് റോയ്സിൽ പോയാൽ മതിയായിരുന്നു. കുഴപ്പമില്ല. ഓക്കെ നമ്മൾ അവനെ ഇപ്പൊ കൊല്ലണമെന്ന് എന്റെ വിഷ് വാസ് കിട്ടുന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ അത് ഗണ്ണുണ്ടല്ലോ ഇപ്പൊ ശരിയാക്കി തരാം. ഇവിടെ മിഷൻ ഫെയിലായോ? എന്റെ ആക്രോസ് രക്ഷയില്ല. ഞാൻ തോക്കെടുത്ത് ചുമ്മാ വെച്ച് അടിച്ച് കറക്റ്റ് ഹെഡ്ഷോട്ട് അവൻ ചാവുകയും ചെയ്തു. അതിനകത്ത് മിഷൻ ഫെയിലായി. അപ്പൊ നമ്മൾ ഇതിനകത്ത് അവനെ കൊല്ലരുത്. അവന്റെ പിറകെ പോവാണ് കേട്ടോ വേണ്ടത്. ചുമ്മാ ചേസ് ചെയ്ത് പോയാൽ മതി. അപ്പൊ അവൻ എവിടെയും കൊണ്ടുപോകുമ്പോൾ അവിടെ ആയിരിക്കും ബാക്കി മിഷൻ വരുന്നത്. ഓക്കെ നമ്മുടെ ആക്യുറസിക്ക് ഇതൊന്നും ഒരു ഡിഫിക്കൽറ്റി അല്ല. ഒറ്റ ഷോട്ട്, സിംഗിൾ ഷോട്ട്, ഹെഡ് ഷോട്ട്, 1 ഷോട്ട് 1 കിൽ എന്നൊക്കെ കേട്ടിട്ടില്ലേ? സിമ്പിൾ. നമുക്ക് അപ്പോൾ ചേസ് ചെയ്ത് പോവാം. കമോൺ. ചേസ് ചെയ്താണെങ്കിൽ നമുക്ക് സ്പീഡ് കൂടുതൽ. എപ്പോൾ ശരിയാക്കി തരാം. നമ്മൾ പ്രോ പ്ലെയറിന്റെ വലത്തോട്ട് പോയിട്ടുണ്ട്. അതിനിടയിൽ ബ്ലോക്ക് ഇടാനായിട്ട് ഓരോ വണ്ടികൾ എടുത്തോണ്ട് പോടാ. ഇത് അതിനപ്പുറം അവ അങ്ങോട്ട് വിളിച്ചിട്ട് ഇങ്ങോട്ട് കൊണ്ട് കയറ്റുന്നു. ഇതിനൊക്കെ ആരും ലൈസൻസ് കൊടുക്കുന്നു? നേരെ പോടാ റൊട്ടി കൂടെ. ഓ ഇങ്ങനത്തെ കുന്നണക്കത്തെ സ്ഥലം വന്ന് കയറ്റം കയറാൻ പാടാണ്. ഓപ്പോസിറ്റ് വണ്ടി വരുന്ന അറിയാൻ പറ്റത്തില്ല. കണ്ടില്ലേ പിടിച്ചത്? അതിനൊക്കെ നമുക്ക് ഇടികൾ കിട്ടും. കൊച്ചു റോഡല്ലേ, അങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല. മ്യൂസിക് ഓഫായി. ഇനിയിപ്പോൾ സമാധാനത്തിൽ വണ്ടി വരും. മിഷന്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അത് പോകത്തില്ല. നോക്കി ബസ് കൊണ്ട് കുറുക്കിട്ടേക്കുന്നത്. മര്യാദയ്ക്ക് ഓടിച്ചു കൊന്നുകളയില്ലേ ഞാൻ. അവനെ കാണുന്നില്ല. അവൻ പോയി എന്നാ പറയുന്നത്. പണ്ടാരം. മൈക്കിളിന് അവനെ അറിയാവുന്ന അവന്റെ വീടങ്ങാണ്ട്. ഓക്കെ കമോൺ ലെറ്റ്സ് ഗോ. ആ മഞ്ഞവരെ ഫോളോ ചെയ്ത് പോയാൽ മതി. കുറെ ദൂരം അവനെ കാണുന്നില്ലല്ലോ. ഇവിടുന്ന് വലത്തോട്ട് പോണെന്നാ പറയുന്നത്. ഓക്കെ ഹിൽ സൈഡ് കയറി മലയുടെ മണ്ടയിലെത്തി ഓൾമോസ്റ്റ്. ഓക്കെ അത് അവന്റെ കാർ കിടക്കുന്നു. ഡോറ് പോലും അടയ്ക്കാതെ പാപ്പട്ട് ഓടിപ്പോക്കളഞ്ഞ പാവം. അത് കാണുന്നുണ്ടോ? നമ്മളെ കണ്ട് പേടിച്ച് അവന്തോ മണ്ടയിൽ പോയി നിൽക്കുക. പാപ്പം നമ്മളെ താഴെ നിന്ന് തെറി വിളിക്കുന്നുണ്ട്. പാപ്പട്ട അവിടുന്ന് കുറെ സോറി പറയുന്നുണ്ട്. എന്നാലൊന്നും പറ്റൂല. പിന്നെ ഇമ്മാര് തെമ്മാഴിത്തരം കാണിച്ചിട്ട് ഇപ്പൊ ശരിയാക്കി തരാം. മുന്നോട്ട് പോകാനാട്ടോ പറയുന്നത്. ഓക്കെ ഇവിടെ എന്താണോ പരിപാടി? നമ്മൾ വീട്ടിൽ കയറാൻ പോവാണോ? അത് ശരി. Man, you really gonna be this fucking dramatic? Yeah, whatever.
അതായത് ആ സാധനം കൊണ്ടിട്ട് അതിന്റെ താഴത്തെ ഡെക്ക് ഉണ്ടല്ലോ, അതിന്റെ സപ്പോർട്ട് ചെയ്യുന്ന സാധനത്തിൽ ചുറ്റിയിട്ടിട്ട് അത് വലിച്ചു പൊട്ടിക്കാന്നാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ബാൽക്കണിയെല്ലാം കൂടി ഇടിഞ്ഞു വീഴുമല്ലോ. ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്യൂടെ? വീട് തകർക്കുമോ മാരി? ഫ്രാങ്ക്ലിനാണ് അത് ചെയ്യുന്നത്. നമ്മളവിടെ സംസാരിച്ചുകൊണ്ടിരിക്കാൻ മറ്റവനായിട്ട് ടെന്നീസ് കോച്ച് എന്നിട്ടാ കാണിച്ചു. അതാ കെട്ടി മോനെ. ഇനിയിപ്പോ അവന്റെ വീട് വലിച്ചിടാൻ പോട്ടെ നമ്മള്. കൊള്ളാം, വിഷയം കൊള്ളാം. ഇതാണ് എന്റെ ഭാര്യ. ഇത് ഏതാ സ്ഥലം? അവന്മാർക്കൊന്നും ലോസ് ഏഞ്ചലസ് അമേരിക്കൻ കണ്ടല്ലേ ഇത്? ഒരു പ്രശ്നമില്ല അവർക്കൊന്നും. ഏറ്റവും വേറെ പോയിട്ട് വന്നേക്കുന്നത് ഭാര്യ അക്സെപ്റ്റ് ചെയ്തിട്ട് വീട്ടിയിരിക്കുന്നു. തൊട്ട ആള് മാറിപ്പോയി. കയറ് വലിച്ച് കെട്ടിയിരിക്കുന്നുണ്ട്. ഡെക്കിനകത്തോട്ട് നമ്മളെ വണ്ടിക്കകത്തോട്ട് മറ്റേ ക്രെയിനിനെ എന്തോ വെച്ച് കുരുക്കിട്ടിട്ടുണ്ട്. നമ്മളപ്പോ വലിച്ച് പൊട്ടിക്കാൻ പോവാ. കമോൺ, ലൈക്ക് ഇറ്റ്. മൈക്കിളിന് നല്ല ദേഷ്യമുണ്ട് പാവം. മുന്നോട്ട് പിടിച്ചോ. അനങ്ങുന്നില്ല. നമ്മൾ റിവേഴ്സ് ഇട്ടിട്ട് നോക്കാം. റിവേഴ്സ് പോകുന്നില്ല, മുന്നോട്ട് തന്നെ വലിക്കണം എന്നാട്ടാ പറയുന്നത്. ഓക്കെ, വരുന്നുണ്ട്. നൈസ്, സൂപ്പർ. പൊട്ടെ കുറച്ച് ഇടത്തോട്ട് മലത്തോട്ട് പിടിക്കുക. അപ്പൊ കുറച്ചൊരു കവർ ഇട്ടു. എടാ വരുന്നറ തകരുന്നു അവന്റെ വീട്. നൈസ്. പൊട്ടെ പോട്ടെ. വീടിന്റെ ബാൽക്കണി വലിച്ചിട്ട് പാവപ്പെട്ടന്റെ വീട് തകർത്തറ ഇവിടെ വന്നത്. ഇതൊന്നല്ല, ഇതിനപ്പുറം വേണം. ഹിൽ സൈഡിൽ ആയതുകൊണ്ട് കൊള്ളാം കേട്ടോ വീട്. ഇങ്ങനെ വലിച്ചിടാൻ പറ്റി. പക്ഷെ മൈക്കിളിന്റെ വീടൊക്കെ കറക്റ്റ് സിമെന്റ് ഒക്കെ തേച്ച് തറയിൽ വെച്ചേക്കും. ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പരിപാടി കഴിയില്ല. നമുക്ക് തിരിച്ച് വീട്ടിൽ പോകാൻ. അക്രമ അഴിച്ച വീട് തന്നെ കേട്ടോ. ഭാഗ്യത്തിന് പോലീസ് ഒന്നും വന്നില്ല ഹിൽ സൈഡ് ആയതുകൊണ്ട്. മൈക്കിളിന്റെ വീട്ടിൽ പൊട്ടായി. ആരെ പട്ടീനെ കൊണ്ട് നടക്കാൻ ഇറങ്ങിട്ടുണ്ട് വഴി കൂടെ. സംഭവം എന്താ വെച്ചാൽ ആ തകർത്ത വീട് അവന്റെ വീടല്ല. അവൻ പേടിച്ചിട്ട് ഏതോ ഒരു വലിയ ഡോണിന്റെ വീട്ടിലോട്ട് കയറി നട്ടാ പറയുന്നത്. അപ്പൊ ആ ഡോണ് നമ്മളെ പഴി, അതായത് പ്രതികാരം തീർക്കാൻ വേണ്ടി ഇങ്ങോട്ട് വരുമെന്നാണ് ഇപ്പൊ പറഞ്ഞിട്ടുള്ളത്. അവര് വെടിവെക്കുന്നു. കണ്ട അവന്റെ ആൾക്കാർ തന്നെ. അത് 2 വണ്ടിയിൽ വരുന്നുണ്ടാ. ആ വീടിന്റെ ഉടമസ്ഥനാട്ടാ, മറ്റവന്റെ വീടല്ലായിരുന്നത്. നമുക്കിനി ഇപ്പൊ ഇവന്മാരെ ഇവിടുന്ന് കൊല്ലണം. ഡ്രൈവറിന് കൊണ്ടിട്ടുണ്ട്. ഡ്രൈവർ വീണ് മറ്റവൻ കയറിയാ 1 2 3 4 വരെ കണ്ടുണ്ട്. പിടിച്ചോ. ഒരു വണ്ടിയിൽ 4 വരെ കണ്ടുണ്ട്. അവന്മാരാരെയും കിട്ടിയില്ല. മൂവിങ് ഹെഡ് ഷോട്ട് കിട്ടുന്നില്ല. കൊല്ലുന്നില്ല കണ്ടാര. അവനെ തീർത്തിട്ടുണ്ട്. ഹെഡ് ഷോട്ട് അവനെ തീർത്ത്. ഇനി ഫ്രണ്ടിലെടുത്തും കൂടെ ഉണ്ട്. അവനെ തീർന്നു. കഴിഞ്ഞു. ഞാനുള്ളത് ബാക്കിൽ വെടിവെക്കുന്നുണ്ടല്ലോ. യെസ്, അങ്ങനെ ഫൈനലി നമ്മളെ കൊല്ലാൻ പോകുന്നവരെ നമ്മൾ കൊന്നു. നാട്ടുറോട്ടി ഇട്ടൊരു കൊലപാ നോക്കിയ ഗാങ്സ്റ്റർ വാർ എന്നൊക്കെ പറഞ്ഞ സംഭവം വലിയ ഡോണിന്റെ ആൾക്കാരായിട്ട് നമ്മളെ കൊന്നിരിക്കുന്നത്. ഇതൊരു വലിയ പ്രശ്നമാകാനുള്ള സാധ്യതയുണ്ട് ഇതിനകത്ത്. കഴിഞ്ഞു. ടയർ പൊട്ടിക്കുന്നുണ്ട്. അത് നൈസ്. അതായത് ടയറിന്റെ വീൽ റിമ്മിന് വെടിവെച്ചപ്പോ ഒന്നും സംഭവിച്ചില്ല. ടയറിൽ വെടിവെച്ചപ്പോ ടയർ പഞ്ചറായി. ഏതാ സാധനം. നൈസ്. നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോകണമെന്ന് പറയുന്നത്. വണ്ടിയുടെ ബാക്കിൽ കേട്ടാ നേരെ വെടിയുണ്ടായി കൊണ്ടിരിക്കുന്നു. സൗണ്ട് മാറി. മിഷൻ ഫിനിഷ് ആയെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ സ്വന്തം വീട്ടിലെത്തി. ഇതൊക്കെ ഏതാ വണ്ടി? പരിപാടിക്ക് വേണ്ടി ഇറക്കിയ വണ്ടിയാന്ന് തോന്നുന്നുണ്ട്. ഫ്രാങ്ക്ലിനും മൈക്കിളും നല്ല കൂട്ടാട്ടോ. ആ സഹായത്തിന് നന്ദി പറയുന്നുണ്ട്. ഇനി ബാമാൻഡനെ ഒന്ന് കാണണം. എന്ത് പരിപാടിയാ അത്? എടാ റേഞ്ച് റോവർ. അത് ആരൊക്കെ വന്നിട്ടുണ്ട്. കോമഡി. മൈക്കിളിനെ അറിയാം, പക്ഷെ ഫ്രാങ്ക്ലിൻ ആരാന്നാണ് ചോദിക്കുന്നത്. ഫ്രാങ്ക്ലിന്റെ ID ചെക്ക് ചെയ്യാട്ടോ. ഫസ്റ്റ് കോമഡി അവൻ വന്നു നിന്നത്. Mr. DeSanta here. Who am I think Martin Madrazo. ആ വിളിച്ചു പറഞ്ഞ ഡോണില്ല, അതാണ് കേട്ടോ ഇവന്റെ വീടാണ് ഇവരിപ്പോ തകർത്തിട്ട് വന്നേക്കുന്നത്. അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വന്നിരിക്കട്ടോ അവര്. മൈക്കിൾ നിൽക്കുന്ന മൈക്കിളിന് ആളാരാന്ന് അറിയത്തില്ല, പക്ഷെ ഫ്രാങ്ക്ലിൻ അറിയാം. Mr. Madrazo is a legitimate businessman.
who was wrongfully accused of running a Mexican-American gang. മെക്സിക്കൻ അമേരിക്കൻ ഗ്യാങ്ങിന്റെ ഒരാളാണ് ഇവൻ. ആണ് അതിന്റെ ഒരു ലീഡറാണ്. ഇഷ്ടംപോലെ കേസുകളുണ്ട് ഇവന്റെ പേരിലെന്നാ പറയുന്നത്. Now, Michael, got a question for you. മൈക്കിളിന്റെ അടുത്ത് എന്താ ഇപ്പൊ ഗ്യാങ് വാർ നടക്കുവോ? Did you pull an architectural, significant, modernist wonder home ഇവിടെ down the കഷ്ടപ്പെട്ട് hillside ഇവ made by ആർക്കിടെക്ചറിലായിട്ട് Woodhouse? ഉണ്ടാക്കിയ വീടാണ്. എത്ര സിമ്പിൾ ആയിട്ട് അത് ഈ വലിച്ചിട്ട് പൊട്ടിച്ചിട്ട് പോയെന്ന്. Well, that was a strange അത് പറഞ്ഞ house for മൈക്കിളിനെ a എടുത്തിട്ട് tennis ചാമ്പ് coach. കേട്ടോ അവന്മാര്. I wasn't thinking straight. Clearly. തീ വേറൊന്നും ചെയ്തില്ല, ചുമ്മാ അടിച്ചിട്ടങ്ങ് പോയതേ ഉള്ളൂ. Natalia will need a hotel while you finance the rebuild. One share. ഓക്കേ, Good. അതായത് ഇനി നമുക്ക് പൈസ വേണം. കാരണം അവന്റെ വീട് പോകാൻ അവൻ എത്ര രൂപ നഷ്ടപരിഹാരം കണ്ട് ചോദിച്ചിട്ടുണ്ട്. ഇനി അവന് പൈസ ഒപ്പിക്കാനായിട്ട് പോകണമെന്ന് തോന്നുന്നുണ്ട്. 2.5 million range. 2.5 മില്യണോ? Great. ഇതില്ല പെണ്ണല്ലേ? അതിപ്പോ ഇവന്റെ വൈഫ് അല്ല കേട്ടോ, ഇവന്റെ വൈഫാണ്. ഈ ഡോണിന്റെ വൈഫാണ്, മറ്റവന്റെ വൈഫല്ല, കോച്ചിന്റെ വൈഫല്ല. 2.5 മില്യൺ കൊടുക്കണമെന്നാട്ടാ പറഞ്ഞത്. ഇനിയിപ്പോ അതിന് കാശുണ്ടാക്കാൻ പോണല്ലോ, അവിടെ പോകും. 2.5 മില്യൺ എന്ന് വെച്ചാൽ 25 ലക്ഷം US$ കൊടുക്കണം. ഇനി ഇപ്പോഴൊന്ന് റിട്ടയർ ആവണ്ട, അതിന് വേണ്ടിട്ട് സമ്പാദിക്കാൻ പോണെന്നാ പറയുന്നത്. ഇവിടാണ് മക്കളെ ഇനിയിപ്പം മിഷൻസ് തുടങ്ങുന്നത്. ഇനിയിപ്പാണ് ഇതിന് ശേഷമാണ് ഇനി ബാങ്ക് റോബറി അത് ഇതെന്നൊക്കെ പറഞ്ഞ് പോകണം കേട്ടോ അവന്മാര്. ഇനി പൈസക്ക് ആവശ്യമുണ്ടല്ലോ. പഴയൊരു കൂട്ടുകാരനെ വിളിക്കണമെന്നാണ് പറയുന്നത്. അത്രേ ഉള്ളൂ. ഇനി നൈസാവും, അടുത്ത മിഷനിൽ പൊളിക്കും. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമന്റും സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറക്കണ്ട. ബാക്കി എന്താ സംഭവിച്ചത് നമുക്ക് അടുത്ത പാട്ടിൽ കാണാം. See you.